ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ മകൻ അവസാനം അവന്റെ യജമാനെ വഞ്ചിച്ചിട്ടില്ലെന്ന് അവൻ തെളിയിച്ചു. രാജു അവനെല്ലാം പ്രതാപ് എന്നോട് തുറന്നു പറഞ്ഞു. പറഞ്ഞു മാഡം. അത് എങ്ങനെ ശരിയാവും വർമ്മ സാറേ? സാറിന്റെ കുടുംബത്തിലെ സ്വത്തുക്കളുടെ അവകാശി അവൻ. എനിക്ക് എങ്ങനെ കഴിയും? എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയ നിന്നെ അല്ലാതെ ഇതൊക്കെ പിന്നെ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കുക? അതിന് വർമ്മ സാറിന്റെ മകളെ ഞാൻ താലി കെട്ടിയിട്ടുമില്ല, അവരെന്റെ ഭാര്യയുമല്ല. പിന്നെ ഞാൻ എങ്ങനെ ഈ ഉടപാള്? എന്തൊക്കെയാ ദൈവമേ ഇവനീ പറയുന്നത്? എല്ലാം തൊലച്ചല്ലോ ഈശ്വര. നീ എന്താ പറഞ്ഞേ? ഞാൻ പറയുന്നത് സത്യ വർമ്മ സാറേ. നിങ്ങളൊക്കെ കരുതുന്ന പോലെ കൃതിക മേടത്ത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എന്റെ ജീവിതത്തില് എന്റെ വർമ്മ സാറിനോട് ഞാൻ ഒരേ ഒരു നുണയം പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ കൃതിക മേടത്ത് വിവാഹം കഴിച്ചു എന്ന നുണയാ. ഞാനും മാഡവും ഇത്രയും കാലം നിങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിക്കായിരുന്നു. വേണുട്ടാ, ഞാനത് എത്തി. ഒരു 5 മിനിറ്റ് കൂടി. വേണ്ട മാഡം, മാഡം ഇനി വരണ്ട. എല്ലാം കഴിഞ്ഞു. എന്റെ മകൻ
അവസാനം അവന്റെ യജമാനെ വഞ്ചിച്ചിട്ടില്ലെന്ന് അവൻ തെളിയിച്ചു. രാജു അവനെല്ലാം പ്രതാപ് എന്നോട് തുറന്നു പറഞ്ഞു. പറഞ്ഞു മാഡം. മാഡം ഇനി ഇവിടേക്ക് വരണ്ട, തിരിച്ചു പോയിക്കോ. മാഡം തിരിച്ചു പോയിക്കോ. പ്രതാപ, നീ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? മനസ്സിലായല്ലോ നിനക്കിപ്പോ. വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച് എല്ലാവരെയും ചതിച്ചു. ഇനി ഇവരെ എന്താ പ്രതാപ ചെയ്യണ്ടേ? എനിക്ക് രണ്ടിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്താ പ്രതാപ നീയൊന്നും മിണ്ടാത്തെ? നീ ഇങ്ങനെ നിശബ്ദനായി ഇരുന്നിട്ട് എന്താ കാര്യം? വായ തുറന്നൊന്ന് സംസാരിക്ക. ഇവര് ചെയ്തതിലേ ഒരല്പമെങ്കിലും ശരിയുണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ പേര്, നമ്മുടെ അന്തസ് എല്ലാം നാശമാക്കുന്ന പണിയല്ലേ ഇവര് കാണിച്ചേ? എടാ രാജു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഞങ്ങളുടെ മോളെ വിവാഹം ചെയ്തു എന്ന് നുണ പറയാൻ? എടാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നൂന്ന് ഇവളെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി നിന്റെ മുറിയിൽ താമസിപ്പിക്കാൻ? നിന്നെ പറഞ്ഞാ പോരാ, നിന്നെ വളർത്തിയ നിന്റെ അച്ഛനമ്മമാരെ പറഞ്ഞാ മതി. തല കുനിച്ചിട്ടൊന്നും കാര്യമില്ല. ശരിക്കും എല്ലാത്തിനെയും പിടിച്ചേ പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടേ?